ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബിഗ് ബോസ് സീസൺ 7 എപ്പിസോഡ് നമ്പർ 51 റിവ്യൂ പറയാനാണ് ഞാൻ വന്നിരിക്കുന്നത്. റിവ്യൂ കേൾക്കുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ. ഫസ്റ്റ് എൻ്റെ മോർണിംഗ് സോങ് കാണിച്ചു. മോർണിംഗ് സോങ് കാണിച്ചതിൻ്റെ അടുത്ത് കാണിക്കുന്നത് ജിസയിലും നമ്മുടെ ആര്യനും തമ്മിലുള്ള ഒരു സംസാരം. ആർ യു ഹാപ്പി എന്നൊക്കെ ആര്യൻ ജിസേലിനോട് ചോദിക്കുന്നതാണ് കാണിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഇപ്പുറത്തെ സൈഡ് ബിന്നിയും അഭിലാഷും ഇരുന്ന് സംസാരിക്കുന്നുണ്ട്. ഇപ്രാവശ്യത്തെ ലവ് ട്രാക്ക് അവരാണ്, പക്ഷേ അവർ സമ്മതിച്ചു തരില്ല. എത്ര പറഞ്ഞാലും അവരതിലേക്ക് വരില്ല, സമ്മതിക്കില്ല എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുകയാണ്. അല്ലെങ്കിൽ പിന്നെ ഗസ്റ്റ് വന്ന് നിങ്ങൾ വയസ്സ് കൂടുതലാണ്, അങ്ങനെ ഇതാക്കരുത് എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞത് ഇവിടെ പറയേണ്ട ആവശ്യമില്ലല്ലോ. പൊതുവേ ഇരുന്ന് പറയേണ്ട ആവശ്യം അവർക്ക് അങ്ങനെ ഒരു ഇതില്ലെങ്കിൽ അതിൻ്റെ ആവശ്യമില്ലല്ലോ എന്നുള്ള രീതിയിൽ ബിന്നി അഭിലാഷിനോട് പറയുന്നതാണ് ഫസ്റ്റിനെ കാണിക്കുന്നത്. അതിനുശേഷം പിന്നെ കാണിക്കുന്നത് നിവിൻ. ഞാൻ എപ്പോഴും പറയണ്ടേ, നിവിൻ കോമഡി എന്നുള്ള ഒരു കാര്യം കാണിക്കുന്നത് അത് നിവിൻ്റെ ഫേക്ക് ഫേസ് ആണ്. എന്താണെന്ന് വെച്ചാൽ നിവിൻ്റെ ഇടയ്ക്കിടയ്ക്ക് ആ ഒരു എന്താ പറയുക സ്വഭാവം പുറത്തേക്ക് വരുന്നുണ്ട്. ഇടയ്ക്ക് അത് ഓർമ്മ വന്നിട്ട് തിരിച്ച് കോമഡിയിൽ തന്നെ പോകുന്നുണ്ട്. അത് പല കാര്യങ്ങളിലും ശ്രദ്ധിച്ചാലും മനസ്സിലാവും. കോമഡി എന്നുള്ളത് മനഃപൂർവ്വം ഉണ്ടാക്കുന്നതാണ് നിവിൻ, അല്ലാതെ ഒറിജിനലായിട്ട് കോമഡി വരുന്നതല്ല. അതുപോലെ തന്നെയാണ് ഇന്നലെ നടന്നൊരു കാര്യം. അതായത് കത്തി ഇങ്ങനെ മൂർച്ചയാക്കിക്കൊണ്ടിരിക്കുകയാണ്, കപ്പ് തിരിച്ചു വെച്ചിട്ട്. അപ്പോൾ അനീഷ് അവിടെ നിൽക്കുന്നുണ്ട്. അനീഷ് ചോദിക്കുന്നുണ്ട് ഇതെന്താണിപ്പോൾ ഇങ്ങനെ ചെയ്യണമെന്ന് ചോദിക്കുമ്പോൾ ഇതിവിടെ വളരെ അത്യാവശ്യമാണ്, എപ്പോൾ ആവശ്യം വരും എന്നറിയില്ല, ചിലവരുടെ നാക്കൊക്കെ മുറിച്ചെടുക്കാൻ ആവശ്യം വരും ഇവിടെ എന്നുള്ള രീതിയിലൊക്കെ ഭയങ്കര ഒരു കോമഡി പറയുന്ന രീതിയിലല്ല പറയുന്നത്, ഭയങ്കര സീരിയസ് ആയിട്ടാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അനീഷ് ചോദിക്കുന്നുണ്ട് അതെന്താണെന്ന് കൊണ്ട് ഇങ്ങനെ അനീഷ് നോക്കുന്നുണ്ട്. അപ്പോൾ നിവിൻ പറയുന്നുണ്ട് ഇപ്പോൾ ഞാനിത് സവാള അരിയാനാണ് മൂർച്ചയാക്കുന്നത്, പക്ഷേ ഇതിവിടെ ചിലരുടെ നാക്ക് അരിയേണ്ടി വരും, പ്രത്യേകിച്ച് ഷാനവാസിൻ്റെ എന്നുള്ള രീതിയിലൊക്കെ നിവിൻ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അനീഷ് ചോദിക്കുന്നുണ്ട് അത് ഇതുവരെ വിട്ടില്ലേ, ഇപ്പോഴും അത് പിടിച്ചുകൊണ്ടിരിക്കുകയാണോ എന്ന് ചോദിക്കുമ്പോൾ നിവിൻ പറയുന്നുണ്ട് നിങ്ങൾക്കത് ചിലപ്പോൾ വിടാൻ പറ്റുമായിരിക്കും, മറക്കാൻ പറ്റുമായിരിക്കും, പക്ഷേ എനിക്കതിന് പറ്റണ കാര്യമല്ല എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുന്നതാണ് കാണിച്ചത്. അടുത്തത് കാണിച്ചാണ് നോമിനേഷനെ കുറിച്ച് ഞാൻ ഇന്നലെ തന്നെ ഒരു ലൈവ് അപ്ഡേറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഞാൻ ഓരോരുത്തർ റീസൺ പറയുന്നില്ല, ആരിനെയൊക്കെ നോമിനേറ്റ് ചെയ്തതെന്ന് മാത്രം പറയാം കേട്ടോ. ഒരുപാടുണ്ട്, അത് ഞാൻ ലൈവ് അപ്ഡേഷൻ ഇട്ടതുകൊണ്ട് തന്നെയാണ് റിപ്പീറ്റേഷൻ വരേണ്ട വിചാരിച്ചിട്ടാണ് ഞാൻ പറയാം. ആദ്യം തന്നെ അനീഷിനോട് ബിഗ് ബോസ് ചോദിക്കുകയാണ് നോമിനേഷൻ പവർ തിരിച്ചു കിട്ടിയല്ലോ. അപ്പം അനീഷിനോട് ചോദിച്ചാണ് ഓപ്പൺ നോമിനേഷൻ വേണോ അതോ കൺഫെഷൻ റൂമിൽ വന്നിട്ടുള്ള നോമിനേഷൻ വേണോ എന്ന് ചോദിച്ചപ്പോൾ അനീഷ് പറഞ്ഞു എനിക്ക് ഓപ്പൺ നോമിനേഷൻ മതി, ഞാൻ ഇവിടെ നിന്ന് പൊതുവെ നോമിനേറ്റ് ചെയ്തോളാം എന്ന് പറയുന്നത്. അതിനുശേഷം പിന്നെ ന്യൂറയെ വിളിച്ചിട്ട് ന്യൂറയ്ക്ക് പവർ ഉണ്ടല്ലോ ഒരാളെ ഡയറക്റ്റ് നോമിനേഷൻ ചെയ്യാനുള്ളത്, അത് ആരെയെന്ന് വെച്ചാൽ ന്യൂറയ്ക്ക് ഇപ്പോൾ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ന്യൂറ വന്നിട്ട് അക്ബറിനെ പറയുന്നുണ്ട്, അക്ബറിനെയാണ് ഞാൻ ചെയ്യുന്നത്. എന്താണെന്ന് വെച്ചാൽ ഇവിടെ മെയിനായിട്ടുള്ള കുത്തിത്തിരിപ്പ് നടത്തുന്നത് അക്ബറാണ്, പിന്നെ ആൾക്കാരെ കൂടുതലായി മാനിപ്പുലേറ്റ് ചെയ്ത് സംസാരിക്കുന്നതും അക്ബറാണ്. അപ്പോൾ അക്ബറിനെയാണ് ഡയറക്റ്റ് നോമിനേഷൻ ചെയ്യുന്നത് എന്ന് പറഞ്ഞു. അതിനുശേഷം പിന്നെ ഓരോരുത്തരുടെ കൺഫെഷൻ റൂമിലേക്ക് വിളിച്ചിട്ടാണ് നോമിനേറ്റ് ചെയ്തത്. അതായത് ഷാനവാസ് ചെയ്തത് ബിന്നി, അഭിലാഷ് എന്നിവരെയും, ജിസയിൽ ഓപ്പൺ നോമിനേഷൻ ആയിരുന്നു, അഭിലാഷ് ബിന്നീനെയാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ നിവിൻ കൺഫെഷൻ റൂമിലായിരുന്നു, ഷാനവാസ് ആദിലാനെ. നിവിൻ്റെ മനസ്സിൽ നിന്ന് ഇപ്പോഴും അത് പോയിട്ടില്ല, നിവിന് അവരെ ടാർഗറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും. എനിക്ക് തോന്നുന്നു ഈ വീക്കും ഇതിനെ തുടർന്നൊരു പ്രശ്നം ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഈ ഷാനവാസും നിവിനും തമ്മിലുള്ള ഇഷ്യൂ നിവിൻ വിട്ടിട്ടില്ല, അപ്പം ഒരു പ്രശ്നം ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു, അത് വിടാത്തത് കൊണ്ട്. അടുത്തതായിട്ട് അനീഷ് ഓപ്പൺ നോമിനേഷനാണ് ചെയ്തത്, ആദില ലക്ഷ്മിനെയാണ് ചെയ്തത്. ആദില ക്ലോസ് നോമിനേഷൻ, അതായത് കൺഫെഷൻ റൂമിൽ ജിഷിനെയും അനീഷിനെയാണ് ചെയ്തത്. അതുപോലെ തന്നെ ആദില ഒരുപാട് ഇട്ടിട്ട് ഈ നോമിനേഷൻ ചെയ്തുകൊണ്ടാണെന്നറിയില്ല അനീഷിനെ ഭയങ്കരമായി ഇറിറ്റേഷൻ ചെയ്യുന്നു. അതൊക്കെ ആദിലക്ക് ഒരു പണിയായി വരും എന്ന് വിചാരിക്കുന്നു. ഒരാവശ്യമില്ലാണ്ടാണ് പോയി ഇറിറ്റേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു ഓൾറെഡി നെഗറ്റീവ് വന്നിട്ടുണ്ട്, അതിൻ്റെ കൂടെ കുറച്ചുകൂടെ നെഗറ്റിവിറ്റി കിട്ടാൻ ചാൻസ് ഉണ്ട്. വെറുതെ ഇരിക്കുന്ന ആളിനെ പോയി ചുമ്മാ ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമൊക്കെ നമ്മൾ സെക്കൻഡ് സീസണിലായാലും രഞ്ജിത്ത് സാറിനെയൊക്കെ ഓരോരുത്തർ അങ്ങനെ ചൊറിയുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. അത് രഞ്ജിത്ത് സാറ് വലിയ ആളായി മറ്റുള്ളവർ താഴോട്ട് പോയി എന്നുള്ള പോലെയാണ്. അടുത്തായിട്ട് ലക്ഷ്മിയാണ് വന്നത്. ലക്ഷ്മി ഓപ്പൺ നോമിനേഷൻ ആയിരുന്നു. ജിസേലിനെയും ജിഷിനെയാണ് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് അനുമോൾ കൺഫെഷൻ റൂമിലായിരുന്നു.
ലക്ഷ്മിനെയും സാബുമാനാണ് ചെയ്തത്. പിന്നെ ആര്യൻ ഓപ്പൺ നോമിനേഷനായിരുന്നു. അനീഷിനെയും ബിന്നിനെയാണ് ചെയ്തത്. പിന്നെ അക്ബർ കൺഫെഷൻ റൂമിലായിരുന്നു. ജിഷിൻ അനീഷിനെയാണ് ചെയ്തത്. അതിനുശേഷം പിന്നെ ചെയ്തത് സാബുമാനാണ്, ഓപ്പൺ നോമിനേഷനായിരുന്നു. ജിഷിൻ അനീഷ് എന്നിവരെയാണ് ചെയ്തത്. ബിന്നി കൺഫെഷൻ റൂമിൽ പോയിട്ട് ജിസേൽ ആര്യൻ എന്നിവരെയും. ഓപ്പൺ നോമിനേഷനായിട്ട് ഓനിയൽ ചെയ്തത് ഷാനവാസ് ജിഷിൻ. അതിനുശേഷം അഭിലാഷ് കൺഫെഷൻ റൂമിലായിരുന്നു. ആര്യൻ ലക്ഷ്മി എന്നിവരെയും. ജിഷിൻ വന്നിട്ട് നോമിനേഷൻ ചെയ്തത് അനുമോളയും സാബുമാനാണ്. അങ്ങനെ ഇപ്പോൾ നോമിനേഷനിൽ വന്നിരിക്കുന്നത് ഡയറക്റ്റ് നോമിനേഷനിൽ അക്ബറും പിന്നെ 2 നോമിനേഷനുകൾ വീതം ആര്യൻ, ജിസേൽ, സാബുമാൻ, ഷാനവാസ്, ആദില, അഭിലാഷ് ഇവർക്കൊക്കെ 2 വോട്ടുകളാണ്. പിന്നെ 3 വോട്ടുകൾ കൊണ്ട് ലക്ഷ്മി, ബിന്നി, 4 വോട്ടുകൾ കൊണ്ട് അനീഷ്, 5 വോട്ടുകൾ കൊണ്ട് ജിഷിനാണ് ഏറ്റവും കൂടുതൽ വോട്ട് ഇപ്രാവശ്യം കിട്ടിയിരിക്കുന്നത്. 5 എണ്ണം കിട്ടിയിട്ടുണ്ട്. ഇവിടെ നോമിനേഷനിൽ നിന്ന് രക്ഷപ്പെട്ട ആൾക്കാർ ന്യൂറ നോമിനേഷൻ ചെയ്യാൻ പറ്റില്ല, മറ്റേ പവർ ഉള്ളതുകൊണ്ട്. അതുകൊണ്ട് ന്യൂറ, നിവിൻ, അനുമോൾ, ഓനിയൽ ഇവരാരും നോമിനേഷനിൽ വന്നിട്ടില്ല. പിന്നെ കാണിച്ചത് ഒരു ടാസ്ക് കൊടുത്തതാണ്. സിനിമാ കഥ, അതായത് തിരക്കഥ എഴുതണം. 5 പേരടങ്ങുന്ന 3 ഗ്രൂപ്പായിട്ട് തിരിയണം. ഒരു ട്രെയിലർ ഇട്ട് കാണിച്ചു കൊടുക്കും. ആ ട്രെയിലർ കണ്ടിട്ട് അതിലെന്ത് സ്റ്റോറി വരാനാണ് ഇത് എന്നുള്ളത് ഒന്ന് ആലോചിച്ചിട്ട് എഴുതുക എന്നതായിരുന്നു ടാസ്ക്. അങ്ങനെ 3 ടീമായിട്ട് തിരിഞ്ഞു. ഫസ്റ്റ് ഓണിയൽ, ലക്ഷ്മി, അക്ബർ, ബിന്നി, നിവിൻ. രണ്ടാമത്തെ ടീം ആര്യൻ, ജിസേൽ, ജിഷിൻ, ഷാനവാസ്, അനീഷ്. മൂന്നാമത്തെ ടീം അനു, അഭിലാഷ്, ആദില, അന്നൂറ, സാബുമൻ. ഇങ്ങനെ 3 ടീമായിട്ടാണ് അവർ തിരിഞ്ഞത്. അപ്പോൾ നമ്മുടെ മിറാഷ് മൂവിയുടെ ട്രെയിലറാണ് ഇട്ട് കൊടുത്തത്. അപ്പോൾ ഇവർ ഇതിനെ ഈ തിരക്കഥയെക്കുറിച്ചൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് പാട്ട് കിടുകയാണ്. നമ്മുടെ ഗസ്റ്റുകൾ കയറി വരികയാണ്. സിനിമയ്ക്ക് പ്രൊമോഷനായിട്ട് മിറാഷിൻ്റെ അർജുൻ, ആസിഫ് അലി, അപർണ മുരളി, ജിത്തു ജോസഫാണ് വന്നത്. അപ്പോൾ അവർ കയറി വരുമ്പോൾ തന്നെ ആസിഫ് പറയുന്നത് ഞാൻ കണ്ണടച്ച് കിടക്കുന്നത് കണ്ടു എന്ന് പറഞ്ഞിട്ടാണ് ആസിഫ് അലി കയറി വരുന്നതിന്. അവരൊക്കെ ബിഗ് ബോസ് കാണാറുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ അവരുടെ സിനിമയെക്കുറിച്ച് കുറച്ച് നേരം പറഞ്ഞു. പിന്നെ പറഞ്ഞത് ഈ തിരക്കഥ പറഞ്ഞ് കേൾപ്പിച്ചതും. അപ്പോൾ നമുക്കത് കാണിച്ചിട്ടില്ല. ഇവർ എഴുതിയ കഥകൾ പറഞ്ഞ് കേൾപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ ഇവർക്ക് ഇഷ്ടപ്പെട്ട കഥ ആരുടെയെന്ന് വെച്ചാൽ ഷാനവാസ്, അനീഷ്, ജിഷിൻ, ആര്യൻ, ജിസേലൊക്കെ ഉള്ള ടീമുണ്ടല്ലോ, ആ ടീമിൻ്റെ കഥയാണ് ഇഷ്ടമായിട്ട് അവർക്കാണ് സമ്മാനം കൊടുത്തത്. എന്നിട്ട് പിന്നെ അവർ സിനിമയെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. പിന്നെ ജിത്തു ജോസഫിൻ്റെ ദൃശ്യം 3 ഷൂട്ടിംഗ് തുടങ്ങാൻ പോകുമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആസിഫ് പറയുന്നുണ്ട് ഒരുപാട് കാര്യങ്ങൾ പറയണമെന്നുണ്ട്, പക്ഷേ ഒന്നും പറയാൻ പാടില്ല എന്ന് പ്രത്യേകം ബിഗ് ബോസ് പറഞ്ഞ് വിട്ടതുകൊണ്ട് ഞങ്ങൾക്കൊന്നും പറയാതിരിക്കാനും പറ്റുന്നില്ല. പക്ഷേ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളിവിടെ ഇവിടെ പിടിച്ചിടുന്നാണ് പറഞ്ഞിരിക്കുന്നത് ബിഗ് ബോസ് എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് ആസിഫ് പറയുന്നുണ്ട് ഞങ്ങൾക്ക് ഭയങ്കര ഇതാണ് ഇവിടെ. ഇപ്പം എൻ്റെ വീട്ടിലായാലും അപർണയുടെ വീട്ടിലായാലും കാണുന്ന ഒരു പരിപാടിയാണ് ബിഗ് ബോസ് ഷോ. അതുകൊണ്ട് നിങ്ങളെയൊക്കെ നേരിട്ട് കാണുമ്പം ഇങ്ങനെ ഒരു ഹൗസ് കാണുമ്പം ഭയങ്കര ഒരു ഇത് എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് പിന്നെ ആസിഫ് പറയുന്നുണ്ട് ഞാനും ഭാര്യയും വെക്കേഷന് പോയിട്ട് വീട്ടിലേക്ക് വന്നപ്പോൾ പെട്ടെന്ന് പിള്ളേരൊന്നും ഉണ്ടായിരുന്നില്ല. ആ സമയത്ത് വീട്ടിൽ ഭയങ്കര ശാന്തതയായിരുന്നു. എന്ത് ചെയ്യും, മ്യൂസിക്കൊക്കെ ഇടാമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ആലോചിച്ചു. പിന്നെ ഞങ്ങൾ ആലോചിച്ചു വേണ്ട ബിഗ് ബോസ്. അപ്പോൾ ബിഗ് ബോസ് ഇട്ടപ്പോൾ വീട്ടിൽ നിറച്ച ആളുകളായി, വഴക്കായി, പ്രശ്നങ്ങളായി, ഒച്ചപ്പാടായി എന്നുള്ള രീതിയിലൊക്കെ ആസിഫ് പറയുന്നുണ്ട്. അപ്പോൾ അവരൊക്കെ ഈ ഒരു ഷോ കാണുന്നുണ്ട് എന്ന് പറയുന്നു. അർജുൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാൻ തിരിച്ച് ഇവിടെ വന്നപ്പോൾ ഞാനിവിടെ നിന്ന് ജയിൽ നോമിനേഷൻ ചെയ്ത കാര്യങ്ങളും ഒക്കെയാണ് എനിക്ക് ഓർമ്മ വരുന്നത്. സോ ഞാൻ അഭിനയിച്ചൊരു സിനിമേൻ്റെ പ്രൊമോഷന് വേണ്ടി ഇവിടെ വരിക എന്ന് പറയുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര പ്രൗഡായിട്ടാണ് തോന്നുന്നത്. ഇവിടെ നിന്നാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത് എന്നുള്ള രീതിയിലൊക്കെയാണ് അർജുൻ പറയുന്നത്. അത് കഴിഞ്ഞ് പിന്നെ ഗസ്റ്റിന് പോകാനുള്ള സമയമായി. അപ്പോൾ ആസിഫ് കാണും തോന്നുന്നു. ആസിഫ് നമ്മുടെ സാബുമാനെ നീ ഇങ്ങനെയാണോ ചിരിക്കുക, നീ എപ്പോഴും ഇങ്ങനെയാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ അപ്പോൾ അവർ ഗസ്റ്റൊക്കെ പോയതിന് ശേഷം പിന്നെ കാണിക്കുന്നത് ഈ പറഞ്ഞ പോലെ ആദില അനീഷിനെ വെറുപ്പിക്കുന്ന കാര്യങ്ങളാണ് കാണിക്കുന്നത്. വെറുപ്പിക്കുക, ചൊറിയാന്ന് പറഞ്ഞാൽ അമ്മാതിരി ചൊറിച്ചിലാണ് ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. മിക്കവാറും അത് ഈ വീക്കിലി പൊട്ടും എന്നാണ് തോന്നുന്നത്. നമ്മൾ എന്തോ മനപ്പൊരുത്തമുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ രണ്ടുപേരും ഒരേ ഗ്രൂപ്പിൽ വന്ന്, അതായത് സെക്ഷൻസ് തിരിച്ചു ഓരോരുത്തരും എന്തൊക്കെ വർക്ക് ചെയ്യണമെന്ന്. അപ്പോൾ വെസൽ ടീമിൽ തന്നെയാണ് അനീഷും ആദിലയും വന്ന് പെട്ടിരിക്കുന്നത്. അപ്പോൾ വെസൽ ടീമിൽ ഞാൻ
ക്യാപ്റ്റൻ ആവുന്ന സമയത്ത് അനീഷേട്ടൻ ആ ടീമിലുണ്ടാവും, അല്ലെങ്കിൽ അനീഷേട്ടൻ ക്യാപ്റ്റൻ ആവുന്ന സമയത്ത് ഞാൻ ആ ടീമിലുണ്ടാവും. ഇപ്പോഴും കണ്ടു നമ്മൾ ഒരു ടീമിലായത് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ചേട്ടൻ്റെ പെങ്ങളാണ്, ഏത് വകയിൽ. അപ്പം അനീഷ് ഏത് വകയിൽ പങ്കല്, നീ എൻ്റെ പെങ്ങളൊന്നും അല്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഷാനവാസ് ഇടയിൽ കൂടെ കയറി വരുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, നീ എന്തിനാ അവളെ നോമിനേഷൻ ചെയ്തത്, ഇനിയിപ്പോൾ നീ സഹിക്കുക വേണം അവളെ, നിൻ്റെ കാര്യം കട്ടാ പോകുകയാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷം പിന്നെ അതിലയോട് അനീഷ് പറയുന്നുണ്ട്, നമുക്കൊരു മീറ്റിംഗ് വിളിച്ചുകൂടാ, എല്ലാവരെയും വിളിച്ചിട്ട് വന്നിട്ട്. ഞാൻ എന്തിനും വിളിച്ചിട്ട് വരേണ്ട ആവശ്യം, അനീഷേട്ടൻ പോയി വിളിച്ചാൽ മതി, നിങ്ങളല്ലേ ക്യാപ്റ്റൻ എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് പിന്നെ മീറ്റിംഗാണ് കാണിക്കുന്നത്. മീറ്റിങ്ങിൽ അനീഷ് എന്ത് പറയുന്നോ അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ആദില പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഐ ലവ് യു അനീഷേട്ട അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അനീഷ് എന്ത് പറഞ്ഞാലും അതിനെ എതിർക്കുക. ഇപ്പം രാവിലെ വർക്ക് ചെയ്യണമെന്ന് പറഞ്ഞാൽ എനിക്ക് പറ്റില്ല, ഞാൻ ഉച്ചയ്ക്ക് വർക്ക് ചെയ്യണം. എന്നാൽ ഉച്ചയ്ക്ക് വർക്ക് ചെയ്യണമെന്ന് പറഞ്ഞാൽ എനിക്ക് പറ്റില്ല, ഞാൻ രാവിലെ വർക്ക് ചെയ്യണു, എനിക്ക് തോന്നുമ്പോഴേ പറ്റുള്ളൂ. മീറ്റിംഗ് രാവിലെ കൂടണം പറഞ്ഞാൽ പറ്റില്ല, ഞാൻ കുളിച്ച് വന്ന എൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ട് മീറ്റിംഗ്. അങ്ങനെ എന്ത് പറഞ്ഞാലും അതിന് ഇതാക്കിയിട്ട് സംസാരിക്കണം. അനീഷിന് ഭയങ്കരമായിട്ട് ഇറിറ്റേഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇവരും ജിഷിനും അപ്പം അങ്ങനെ തന്നെ നിന്ന്, അതായത് ജിഷിനും ജിസയിലും ഈ വെസൽ ടീമിൽ തന്നെ ഉണ്ട്. അവർ വെജ് ആണല്ലോ, അപ്പോൾ വെജുകാർക്ക് ഇപ്പം നമ്മൾ ലാലേട്ടൻ വന്നപ്പോൾ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ വെജുകാർ ഏത് കുക്കിംഗ് ടീം വന്നാലും ഒരു വെജുകാരനെ കുക്കിംഗ് ടീമിലിടണം, അവർക്കുള്ള ഫുഡ് അവരുണ്ടാക്കിക്കോട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഈ വെസൽ ടീമിലായപ്പോൾ അനീഷ് പറഞ്ഞു, നിങ്ങൾ വെജ് ഫുഡ് ഉണ്ടാക്കുന്ന ദിവസം, അതായത് എല്ലാവർക്കും നോൺ വെജ് ഉണ്ടാക്കുന്ന ദിവസമാണ് വെജ് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുന്നവർക്ക് ഉണ്ടാക്കാനുള്ളത്. അപ്പം അങ്ങനെയുള്ള ദിവസങ്ങളിൽ നിങ്ങൾ ആ ടൈമിൽ വെസൽ ക്ലീൻ ചെയ്യേണ്ട. ഇപ്പോൾ ഉച്ചയ്ക്ക് നോൺ വെജ് ഉണ്ടാക്കണം, നിങ്ങൾക്ക് വെജ് ഉണ്ടാക്കണമെങ്കിൽ നിങ്ങൾ ആ ഉച്ചയ്ക്ക് വെസൽ കഴുകേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഓൾട്ടർനേറ്റീവ് ഡേ ആയിട്ട് ചെയ്യാം, അതായത് 2 പേര് രാവിലെ ചെയ്താൽ 2 പേര് ഉച്ചയ്ക്ക്, പിന്നെ 4 പേരും ഒരുമിച്ചിട്ട് നൈറ്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓൾട്ടർനേറ്റ് ആയിട്ട് ചെയ്യാമെന്ന് പറയുമ്പോൾ സമ്മതിക്കില്ല. ജിഷിനും അതിലേയും പറയണേ, ഞങ്ങൾ മോർണിംഗ് എടുത്തോളാം, ഉച്ചയ്ക്ക് ജിസയിലും അനീഷേട്ടനും തന്നെ കഴുകണം, അത് എല്ലാ ദിവസവും അങ്ങനെ. അപ്പം ഉച്ചയ്ക്ക് ഒരുപാട് പാത്രങ്ങൾ ഉണ്ടാവും, ഇപ്പം രാവിലെ അത്ര പാത്രം ഉണ്ടാവില്ല, ഉച്ചയ്ക്കാണ് ഒരുപാട് പാത്രങ്ങൾ. അതുകൊണ്ട് തന്നെ ഉച്ചയ്ക്ക് ഓൾട്ടർനേറ്റീവായിട്ട് പോവാം എന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ രാവിലെയും ഉച്ചയ്ക്കും ഓൾട്ടർനേറ്റീവായിട്ട് പോവാം. അപ്പോൾ അത് സമ്മതിക്കണില്ല അവർ. അപ്പോൾ ഓണിയലിനോട് വന്നിട്ട് കംപ്ലൈൻറ്റ് പറയുന്നുണ്ട്. ഓണിയലും പറയുന്നുണ്ട്, അതെങ്ങനെ ശരിയാവും, ഓൾട്ടർനേറ്റീവായി പോണതല്ലേ നല്ലത്. അങ്ങനെ രാവിലെ ജിസയിലും അനീഷും കഴുകണ ദിവസം ഉച്ചയ്ക്ക് ആദിലയും ജിഷിനും കഴുകുക, അത് രാവിലെ അവർ കഴുകണ ഉച്ചയ്ക്ക്, അങ്ങനെ ഓരോ ദിവസവും ഓൾട്ടർനേറ്റീവായിട്ട് പോണതാണ് നല്ലത് എന്നൊക്കെ ഓനിയൽ പറയുന്നുണ്ട്. അത് പറ്റില്ല എന്നൊക്കെ പറയുന്നുണ്ട് ജിഷിൽ. അപ്പോൾ ജിഷിനും പറയുന്നുണ്ട്, ഇന്ന് ഇപ്പോൾ ഉച്ചയ്ക്ക് നിങ്ങൾ കഴുകിയേ പറ്റുള്ളൂ, കാരണം രാത്രി നോൺ വെജാണ് ഉണ്ടാക്കാൻ പോകുന്നത്, അപ്പം നിങ്ങൾ കുക്ക് ചെയ്യുന്ന ടൈമായിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് പിന്നെ പാത്രം കഴുകണ സമയത്ത് അനീഷ് പറയുന്നുണ്ട്, ഈ ജോലി എടുക്കാത്തവരെയൊന്നും എൻ്റെ ടീമിൽ ആവശ്യമില്ല, എനിക്ക് ടീം മെമ്പേഴ്സിനെ മാറ്റി തരണം എന്ന് ഓണിയൽ ക്യാപ്റ്റനാണല്ലോ, ഓണിയലിനോട് പോയി പറയുന്നുണ്ട്. അതിനുശേഷം പിന്നെ ജിസയിലും അനീഷും പാത്രം കഴുകുന്നതാണ് കാണിക്കുന്നത്. ജിസയിൽ ഡാൻസ് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്, പാട്ട് പാടി ഇങ്ങനെ കഴുകൂ അങ്ങനെ കഴുകൂ എന്നൊക്കെ പറഞ്ഞിട്ട് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അതാണ് അടുത്ത സീന് കാണിക്കുന്നത്. കുറച്ച് കഴുകിയിട്ട് കുറച്ച് അവിടെ വെച്ചിട്ട് വന്നിട്ട് അനീഷ് പറയുന്നുണ്ട്, ഞങ്ങൾ കുറച്ച് കഴുകിയിട്ടുണ്ട്, ബാക്കി ജിഷിനും അതിലേയും തമ്മിൽ കഴുകണം എന്ന് പറയുമ്പോൾ ജിഷിൻ പറയുന്നുണ്ട്, ഇല്ല ഞങ്ങൾ കഴുകില്ല, ഉച്ചക്ക് കഴുകണവർ കഴിക്കാൻ മതി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അക്ബർ പറയുന്നുണ്ട്, അയാളല്ലേ ക്യാപ്റ്റൻ, അയാൾ പറഞ്ഞത് കേൾക്കണ്ടേ, ഇന്നിപ്പോൾ ഒരുപാട് പാത്രങ്ങളുള്ളതല്ലേ, അപ്പോൾ നിങ്ങൾ കഴുകണം പറയുമ്പോൾ ജിഷിൻ പറയുന്നുണ്ട്, ഞങ്ങളുടെ ടീമാണ്, ഞങ്ങളുടെ കാര്യങ്ങൾ തീരുമാനിച്ചോളാം, നിങ്ങൾ അതിൽ ഇടപെടണ്ട എന്ന് അക്ബറിനോട് പറയുന്നുണ്ട്. അപ്പോൾ ഒനിയിൽ വന്ന് ചോദിക്കുന്നുണ്ട്, ജിഷിൻ എന്തിനാണ് ഇത്ര അധികം പിടിവാശി കാണിക്കുന്നത്, അയാൾ ക്യാപ്റ്റൻ അല്ലേ, ക്യാപ്റ്റൻ പറഞ്ഞാൽ അതുപോലെ ചെയ്യണം, നിങ്ങൾ വെജ് ഉണ്ടാക്കണ നേരം കഴുകണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ, പിന്നെന്താ എന്ന് പറയുന്നുണ്ട്. അതിനുശേഷം പിന്നെ അപ്പോൾ കഴുകാൻ പോകുന്നുണ്ട്. അതിനുശേഷം പിന്നെ കാണിച്ചത് എന്താണെന്ന് വെച്ചാൽ ക്ലാസിക് അവാർഡ് ഷോ, ബിഗ് ബോസിൻ്റെ തന്നെ അവാർഡ് ഷോ എങ്ങനെയാണെന്ന് വെച്ചാൽ ബിഗ് ബോസ് പറയുന്നുണ്ട്, ഇവിടെ നിങ്ങൾ ഇറങ്ങുമ്പോൾ നിങ്ങൾക്ക് കിട്ടാവുന്ന ബഹുമതികൾ അടിസ്ഥാനമാക്കി അവാർഡ് ഷോയാണ്. ഇതിൽ ഓരോരുത്തർക്ക് ഓരോ ബാലറ്റുകൾ തരും, അതിലോരോ ടൈറ്റിലുകൾ ഉണ്ടാവും. ആ ടൈറ്റിലുകൾക്ക് അനുയോജ്യമായത് ആരൊക്കെയാണെന്ന് നിങ്ങൾ പേര് എഴുതിയിട്ട് ബോക്സിലിടണം, അതിൽ നിന്ന് എല്ലാവർക്കും അവാർഡ് ഇതാക്കും എന്നാണ് പറയുന്നത്. അങ്ങനെ അവാർഡ് ഷോ കാണിക്കുകയാണ്. നമ്മുടെ ആങ്കേഴ്സ് ആയിട്ടുള്ളത് നൂറയും അഭിലാഷും ആണ്. അപ്പോൾ ഫസ്റ്റത്തെ അവാർഡ് എന്തായിരുന്നു എന്ന് വെച്ചാൽ, പുറത്തിറങ്ങിയാൽ ഏറ്റവും കൂടുതൽ ആളുകൾ അറിയാൻ പോകുന്ന വ്യക്തി ആരാണെന്ന് ചോദിച്ചപ്പോൾ അത് നിവീനായിരുന്നു ആ അവാർഡ്. രണ്ടാമത്തേത് പുറത്തിറങ്ങിയാൽ ആരും മൈൻഡേ ചെയ്യാത്ത വ്യക്തി ആരാണ് എന്ന് ചോദിച്ചപ്പോൾ ലക്ഷ്മിയാണ് പറഞ്ഞത്. സോ ഇവർക്ക് വീട്ടിനകത്ത്
മാത്രമേ അറിയുള്ളൂ. പുറത്ത് ലക്ഷ്മിക്ക് ഇത്ര സപ്പോർട്ട് കിട്ടുന്നുണ്ട് എന്ന് ഇവർക്ക് മനസ്സിലാവുന്നില്ല. കാരണം നെഗറ്റിവിറ്റിയിൽ തന്നെയാണ് ഇപ്പോൾ ലക്ഷ്മി പോണത് എന്നാണ് വീട്ടിലുള്ളവർ ചിന്ത. അപ്പോൾ ലക്ഷ്മി പറയേണ്ട ഇവിടെ ഒരു അവാർഡ് ഷോ തീരുമാനിച്ചപ്പോൾ തന്നെ എനിക്കറിയാം എനിക്കിന്ന് കുറേ അവാർഡ്സ് കിട്ടുന്നു എന്ന് പറയുന്നുണ്ട്. അടുത്തതായിട്ട് പിന്നെ അടുത്തത് ഉദ്ഘാടനം ഓഫർ ഏറ്റവും കൂടുതൽ കിട്ടുക ഇവിടുന്ന് ഇറങ്ങിയാൽ കിട്ടുക ആയിരിക്കാന്ന് ചോദിച്ചപ്പോൾ അനുമോളിന് എന്നാണ് പറഞ്ഞത്. അനുമോൾ അവാർഡ് വാങ്ങാൻ വന്നപ്പോൾ അവാർഡ് വാങ്ങിയിട്ട് സംസാരിക്കണേ, ഇനി മുതൽ ഞാൻ വെറും അനുമോൾ കുട്ടി എന്നല്ല അറിയപ്പെടാൻ പോകുന്നത്, ഇനിമോൾ ബിഗ് ബോസ് അനുമോൾ കുട്ടി എന്നാണ് അറിയപ്പെടാൻ പോകുന്നത്. എന്തിനാ കുട്ടി ചേർക്കണേ? ഭയങ്കര ഒരു ഇറിറ്റേഷനായിട്ട് തോന്നുന്നു അനുമോൾ കുട്ടി എന്നൊക്കെ പറയുമ്പോൾ. അടുത്തതായിട്ട് ഉണ്ടായിരുന്ന അവാർഡ് ഏതാണെന്ന് വെച്ചാൽ നാട്ടുകാർ ചൂലുമായി സ്വീകരിക്കാൻ നിൽക്കുന്ന വ്യക്തി ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞുള്ളത് ലക്ഷ്മി എന്നാണ് പറഞ്ഞത്. അപ്പോൾ അവിടെ ഉള്ളവർ ആ ഒരു ചിന്തയിലാണ് ഇരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഏറ്റവും കൂടുതൽ പ്രപ്പോസൽ കിട്ടാൻ പോകുന്നത് ആളുകൾ അത് പ്രസരത്തിലുള്ള ആളാരാണെന്ന് ചോദിച്ചപ്പോൾ സാബുമാൻ എന്ന് പറഞ്ഞു. അത് ശരിയായിരിക്കും. പിന്നെ അടുത്തതായിട്ട് പുറത്തിറങ്ങിയാൽ തലയിൽ മുണ്ടിട്ട് നടക്കേണ്ടി വരുന്ന വ്യക്തി ആരാണെന്ന് ചോദിച്ചപ്പോൾ ഷാനവാസ് എന്നാണ് പറയുന്നത്. അടുത്ത അവാർഡ് എന്തായിരുന്നു എന്ന് വെച്ചാൽ ബിഗ് ബോസ് ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ അത് നടത്താൻ യോഗ്യത ഉള്ളത് ആരാണെന്നുള്ളതിനുള്ള അവാർഡ് അനീഷിനാണ് കിട്ടിയത്. അത് കാര്യം സത്യമാണ്. അടുത്തത് ഫാഷൻ ഐക്കൺ, ബിഗ് ബോസിൻ്റെ ഫാഷൻ ഐക്കനായിട്ട് വാഴ്ത്തപ്പെടാനുള്ള വ്യക്തി അത് അറിയാലോ, ജിസേൽ. അത് തന്നെയാണ് സെലക്ട് ചെയ്തത്. അടുത്തത് ട്രെൻഡ് സെറ്റർ ആരായിരുന്നു ചോദിച്ചത് നിവിൻ അത്ര വലിയ ട്രെൻഡ് സെറ്റർ ആണോ എനിക്ക് തോന്നുന്നില്ല. അടുത്തത് ക്രിയേറ്റർ ഓഫ് മാസ് ഡയലോഗ്സ് എന്നുള്ള അവാർഡ്സിനും കിട്ടിയത് ഷാനവാസിനാണ്. അടുത്ത അവാർഡ്സ് ഏതാണെന്ന് വെച്ചാൽ പുറത്തിറങ്ങിയാൽ ഒരു ലോണ് പോലും കിട്ടില്ല എന്നുള്ള ഒരാൾ ജിഷിനെയാണ് അവർ സെലക്ട് ചെയ്തത്. അടുത്ത അവാർഡ് എന്തായിരുന്നു എന്ന് വെച്ചാൽ പുറത്തിറങ്ങിയാൽ കിഡ്നാപ്പ് ചെയ്യപ്പെടുന്ന വ്യക്തി ആരാണ് എന്ന് ചോദിച്ചപ്പോൾ അനുമോൾക്കായിരുന്നു ആ അവാർഡ്. അടുത്തത് പുറത്തിറങ്ങിയാൽ ആരാധക വൃത്തം ഉണ്ടാവുന്ന വ്യക്തി ആരാണ് എന്ന് ചോദിച്ചപ്പോൾ അനീഷ്. ഇപ്പോൾ ഈ ഒരു സീസണിൽ അങ്ങനത്തെ ഒരു ആരാധക വൃത്തം കൊണ്ട് ഇതാവുന്ന ഒരാളുണ്ടോ? ഇതുവരെ എനിക്ക് അങ്ങനെ ആരെയും തോന്നിയിട്ടില്ല. അവാർഡ് ഏതായിരുന്നു എന്ന് വെച്ചാൽ ഈ അവാർഡിന് ശേഷം ഒരു അവാർഡും കിട്ടാൻ സാധ്യതയില്ലാത്ത വ്യക്തികൾ ആരായിരിക്കും എന്നുള്ളത് ബിന്നി, ആദില, ആര്യൻ, അനീഷ്, ഓണിയൽ എന്നിവരായിരുന്നു. അത് കഴിഞ്ഞിട്ട് അടുത്ത ബിഗ് ബോസ് സീസണിൽ ക്രിയേറ്റീവ് ഹെഡ് ആവാൻ സാധ്യതയുള്ള ഒരാളെന്ന് പറയുന്നത് ഓണിയലിനാണ് ആ അവാർഡ് കിട്ടിയത്. അടുത്തതായിട്ട് പുറത്തിറങ്ങിയാൽ മഞ്ഞപ്പത്രം എന്നുള്ള ആ ഒരു ഇത് ഉള്ളത് ആർക്കാണെന്ന് ചോദിച്ചപ്പോൾ അക്ബർ എന്നാണ് പറഞ്ഞത്. ഒരു അവാർഡും കിട്ടാത്ത 2 വ്യക്തികളാണ് അഭിലാഷും നൂറയും. അതുകൊണ്ടായിരിക്കും അവരെ ആങ്കറായിട്ട് പിടിച്ചു നിർത്തിയത്. അപ്പോൾ അവാർഡ് ഷോ കഴിഞ്ഞിട്ട് അടുത്ത സീന് കാണിക്കുന്നതാണ് ഓണിയൽ, അഭിലാഷ്, സാബുമാൻ ഇരുന്ന് സംസാരിക്കുകയാണ്. ആര്യനും ജിസയിലും ലവ് ട്രാക്ക് പിടിക്കുകയാണ്. ഭയങ്കര ഓവറാണ് 2 പേരും എന്നുള്ള രീതിയിലേക്ക് സംസാരിക്കുന്നതാണ് കാണിക്കുന്നത്. എന്നിട്ട് പിന്നെ പറയണം ഇവൻ പോകണം എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. പക്ഷേ അവൻ നല്ലൊരു കണ്ടസ്റ്റൻ്റ് ആണ്, പക്ഷേ അവളുടെ സാരിത്തുമ്പിൽ പിടിച്ചുകൊണ്ടാണ് നടക്കുന്നത്. അവനെ അങ്ങനെ എടുത്തു, ഒരു അടിമയാക്കി എടുത്തു ജിസയിൽ ആര്യനെ എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് പിന്നെ പറയുന്നുണ്ട് അവൾക്ക് കക്കൂസ് കഴുകാനും പാത്രം കഴുകാനും അവളുടെ പാവാട കഴുകി കൊടുക്കാനൊക്കെ ഉള്ള ഒരാളാക്കിയിട്ട് അവനെ മാറ്റിയിരിക്കുകയാണ്. അവൻ നല്ലൊരു ഗെയിമറായിരുന്നു, അവൻ്റെ ഗെയിം കളഞ്ഞത് അവളാണ് എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുന്നതാണ് കാണിച്ചത്. പിന്നെ കാണിക്കുന്നത് രാത്രി 1:30-ക്കാണ്. 1:30-ക്ക് അതിൽ കാണിക്കുന്ന ചില കുട്ടിക്കുറുമ്പുകൾ, വെറുപ്പിക്കൽ കുറുമ്പ് അങ്ങനെയൊക്കെ പറയാം. ഉറങ്ങുന്നവരുടെ മേത്തൊക്കെ എനിക്ക് തോന്നുന്നു ഷേവിങ് ഫോമാണ് തോന്നുന്നു, അത് മുഖത്തും കയ്യിലും എല്ലാവിടെയും തേക്കുന്നുണ്ട്. അനീഷിനെയൊന്നും തേച്ചത് അനീഷ് അറിഞ്ഞിട്ടേ ഇല്ല. അക്ബർ ജിഷിനെയൊക്കെ തേച്ചത് അവർ തുടച്ച് കളഞ്ഞിട്ട് കിടക്കുന്നുണ്ട്, ഓടുന്നുണ്ട്. അതൊക്കെയാണ് കാണിച്ചത്. അടുത്തതായിട്ട് കാണിച്ചത് പിന്നെ 2:55-ന് കിച്ചൺ ക്യാപ്റ്റനായ ബിന്നി കൊണ്ടുവന്ന് പാൽ ഒളിപ്പിച്ച് വെക്കുന്നതാണ് കാണിക്കുന്നത്. ബിന്നി പറയുന്നുണ്ട് ഒരു കിച്ചൺ ക്യാപ്റ്റനായ എൻ്റെ ഒരു അവസ്ഥയെ രാവിലെ ചായ വെക്കണമെങ്കിൽ പാൽ ഒളിപ്പിച്ച് വെച്ചാലേ രാവിലേക്ക് പാല് കിട്ടുള്ളൂ എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ട് പോകുന്നതാണ് ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ചത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ചത്, ഇന്നത്തെ റിവ്യൂ. അപ്പോൾ പുതിയ പ്രമോ ഒക്കെ വന്നിട്ടുണ്ട്. ബോട്ടിൽ കമ്പനി സ്റ്റാർട്ട് ചെയ്യുകയാണ്. നോക്കാം നമുക്ക് എങ്ങനെയൊക്കെ പോകുന്നു. എൻ്റെ റിവ്യൂ ഇഷ്ടമായാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.